നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഹല്ലേലൂയ. വീണ്ടും ഒരു നല്ല പകൽക്കാലം കൂടി, നല്ലൊരു കർത്തൃദിവസം കൂടി കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഇവിടെ കൂട്ടി വരുത്തി നമുക്ക് അവൻ്റെ സന്നിധിയിൽ അല്പസമയം എഴുന്നേറ്റ് നിന്ന് അവനെ ആരാധിക്കാം. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ പോറ്റി പുലർത്തി, നമ്മളെ പരിപാലിച്ചു. അനേകം അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ പോയപ്പോഴും നമ്മുടെ കർത്താവ് നമ്മളെ സംരക്ഷിച്ചു നമ്മളെ ഇതുവരെ കൂട്ടി വരുത്തി. അതിന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സന്തോഷമുള്ളവരെ, അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് ഗ്രീറ്റ് ചെയ്ത് അവരൊന്ന് പറയാം, കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചിരിപ്പെന്നാണ് ഫിലിപ്പിയർ 4:4 പറയുന്നത്. ഒന്ന് പറഞ്ഞ്, ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം നമ്മൾ അതിൽ ആഘോഷിക്കും എന്ന് പറഞ്ഞ്, അതിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അനേകം പേര് കഴിഞ്ഞ ആഴ്ചകളിൽ രോഗത്താലും പല ഭാരത്താലും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളെ കരുതുവാൻ മതിയായവൻ നമ്മുടെ കർത്തൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, അല്പസമയം പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവെ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഈ നല്ല പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ കൂട്ടി വരുത്തി അങ്ങയുടെ വൻ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു അപ്പ. അപ്പോൾ അങ്ങയുടെ മക്കൾ അങ്ങയെ ആരാധിക്കാൻ വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്നു അപ്പ. അപ്പം ഞങ്ങളെ ഇപ്രകാരം ഇവിടെ ആക്കി തീർത്ത ആ വൻ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പ. സർവശക്തനായവനെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. സർവ ബഹുമാനത്തിനും യോഗ്യനായവനെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. സർവനാമങ്ങൾക്ക് മേലായ നാമമേ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. തുല്യം ചൊല്ലാൻ വേറെ ഒരു നാവുമില്ല, തുല്യം പറയാൻ വേറെ ഒരു സ്നേഹവും ഞങ്ങളെ സ്നേഹിച്ചിട്ടുമില്ല. സർവനാമങ്ങൾക്കും മേലായ നാമമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സർവത്തിലും പരിശുദ്ധനായവനെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ആ കർത്താവിൻ്റെ മഹത്വവും തേജസ്സും അപ്പ ഞങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അങ്ങയുടെ സാന്നിധ്യം ഈ മക്കളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഓരോ മക്കളോടും ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഓരോ മക്കളോടും സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചിന്തകളും മാറ്റി നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് പരിശുദ്ധമായിട്ട് നിൽക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും, ആ സാറാഫുകൾ ആരാധിക്കുന്നവൻ മനോഹരമായിട്ട് ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഏഴയ്ക്ക് ആകെ ഈ സ്നേഹം മാത്രമേ ഞങ്ങൾക്ക് തരാനുള്ളൂ അപ്പ. അങ്ങയുടെ ഹിതം കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അങ്ങയുടെ തേജസ് ഈ ചർച്ച് ഹോളിൽ നിറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ആ സ്വർഗം വിട്ട് സ്വന്തം പുത്രനെ തന്ന സ്നേഹമേ അങ്ങയെ ആരാധിക്കുന്നു അപ്പ. സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഓരോ മക്കളോടും ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഓരോ മക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു അപ്പ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാ കണ്ണുകളെ അടച്ച് ആ സർവനാമത്തിനും മേലായ നാമത്തെ നമുക്ക് അല്പസമയം ആരാധിക്കാം. ഇരമ്യാവ് 10:6 ഇപ്രകാരം പറയുന്നു, യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല, നീ വലിയവനും നിന്റെ നാമം ബലത്തിന് വലിയതും ആകുന്നു. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ആ പരിശുദ്ധനായ ദൈവത്തെ, ആ മഹത്വത്തിന്റെ രാജാവിനെ, ആ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെ നമുക്കിന്ന് ആരാധിക്കാം. അതരങ്ങളെ തുറന്ന് എല്ലാവരും ആ മഹത്തായ ആ നാമത്തെ ആരാധിക്കാം. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. ഓ വിശുദ്ധിയിൽ ഭയങ്കരൻ, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, പരിശുദ്ധനായ ദൈവത്തിന് ഓ മഹത്വം തൻ നാമത്തിന്. ഓ വിശുദ്ധിയ ഭയങ്കരനേ, സന്നിധിയിൽ വണങ്ങുന്നു തിരു. കരങ്ങളെ ഉയർത്തി ആരാധിക്കും.
തേജസ്സിൽ ദർശിക്കുവാൻ വേണ്ടി അവനെ തുല്യനായി മറ്റാരുമില്ല, നിനക്ക് തുല്യനായി. ഓ നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. ആരാധിക്കും അങ്ങയെ മാത്രം കൊണ്ടിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമം മകിലം നീ മാത്രം യേശുവേ. ഉയർത്തിയിടും ഞാൻ തിരുനാമം മകിലം നീ മാത്രം യേശുവേ. കർത്താവിൻ സ്നേഹത്തെ കർത്താവിൻ സ്നേഹത്തെ ആരൊക്കെ അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നുവോ അവരുടെ അടുത്തേക്ക് കടന്നു വരും നമ്മുടെ കർത്താവ്. ആരൊക്കെ അവനെ വാഞ്ചിക്കുന്നുവോ അവരെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുന്നു നമ്മുടെ കർത്താവ്. കർത്താവിൻ സ്നേഹത്തെ മുഴങ്കാലുകളും മടക്കുന്ന നമ്മുടെ കർത്താവിന്റെ നാമം, ഭൂലോകവും മടങ്ങുന്ന മുട്ടുമടക്കുന്ന നമ്മുടെ കർത്താവിന്റെ നാമത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. നിനക്ക് തുല്യനായി, നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. ആരാധിക്കും ആരാധിക്കുന്നു അങ്ങയെ മാത്രം
പേർക്ക് പറയാൻ കഴിയും അവന് തുല്യനായി മറ്റാരുമില്ല, അവനെ പോലെ മറ്റാരും സ്നേഹിച്ചിട്ടുമില്ല. മഹത്വത്തിനും സ്തോത്രത്തിനും സർവ്വ ബഹുമാനത്തിനും യോഗ്യനായവൻ ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മളെ ഏത് സാഹചര്യങ്ങളിൽ കൂടി ഏത് അവസ്ഥകളിൽ കൂടി പോയാലും നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ അടുത്ത പാട്ടിൽ ഒരു തമിഴ് സോങ് ആണ്. ഇപ്രകാരമാണ് പറയുന്നത്: സിംഗക്കെബിയോ സൂളെ നെരുപ്പോ അവർ എന്നെ കാത്തിടും. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ദാനിയേൽ 3 ഷദ്രക്, മേശാക്, അബേദ്നെഗോ എന്ന് പറഞ്ഞൊരു 3 ചെറുപ്പക്കാരുണ്ടോയി. അവരൊരു വ്യാജ ദൈവത്തെ നമസ്കരിക്കാൻ അവർ വിസമ്മതിച്ചു. അപ്പോൾ അവിടുത്തെ രാജാവ് അവരെ ശിക്ഷയായിട്ട് അവരൊരു തീച്ചൂളയുടെ ഉള്ളിലോട്ട് തള്ളിയിടാൻ ആജ്ഞാപിച്ചു, കമാൻഡ് ചെയ്തു. അങ്ങനെ തീച്ചൂളയിലോട്ട് അവരെ എറിയാനായിട്ട് അവരെ വിട്ടു. പക്ഷേ ആ 3 ചെറുപ്പക്കാർ ഭയത്തിന് പകരം വിശ്വാസത്തെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. പക്ഷേ അവരെ ആ ഒരു തീച്ചൂളയിലോട്ട് എറിഞ്ഞപ്പോൾ പിന്നെ നടന്നത് രാജാവ് പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യമാണ്. വാക്യം 25 ഇപ്രകാരമാണ് പറയുന്നത്. രാജാവാണ് പറയുന്നത്, നെബൂഖദ്നേസർ: 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഒരു പൊള്ളല് പോലും, ഒരു ബോൺ പോലും, ഒരു പുകയുടെ മണം പോലും ഇല്ലാതെ ദൈവം അവരെ ആ തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും അനേകം തീച്ചൂളകളിൽ കൂടെ നമ്മൾ നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. എന്നാൽ അനേകം സിംഹഗുഹയിലും നമ്മൾ വീഴും. എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മളെ വിടുവിക്കാൻ നമുക്ക് നമ്മുടെ കർത്തനുണ്ട്. ഹല്ലേലൂയ. 4-ാമനായി അവൻ നമ്മുടെ ഇടയിലോട്ട് ഇറങ്ങി വരും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് കാണും. നമ്മുടെ കർത്താവ് നമ്മുടെ മുന്നിലോ പിൻപിലോ അല്ല, നമ്മുടെ ഒപ്പമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം: സിംഹക്കെണിയിൽ നമ്മൾ വീണാലും അവർ എന്നോട് അമർന്നിരിക്കും. ആ ചുട്ടേരിയുന്ന അഗ്നിയിൽ കൂടെ നമ്മൾ നടന്നാലും പനിത്തുള്ളിയായി വെള്ളം നമ്മുടെ വേറ്റ് വീണ് നമ്മളെ നനയ്ക്കും. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം സിംഹക്കെണി. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ തീച്ചൂളൽ നടവിലും വിശ്വാസത്തോടെ പാടിയാട്ടെ. എന്തുകൊണ്ടെന്നാ എന്നെ കാപ്പവർ, എന്നെ കാപ്പവർ, അവരെ എന്നെ കാപ്പവർ, അവരെ എന്നെ കാപ്പവർ. സിംഹക്കെതിയോ സൂര്യനെരുപ്പോ അവരെന്നെ കാത്തിടുവാൻ. വിശ്വാസത്തോടെ സിംഹക്കെതിയോ സൂര്യനെരുപ്പോ അവരെന്നെ കാത്തിടുവാൻ. എതിരികൾ എന്നെ ചുറ്റി വന്നാലും ദൂതസേനകൾ കൊണ്ടെന്നെ കാപ്പാരെ. നമ്മുടെ മധ്യ വന്നാലും സൈന്യങ്ങളെ വിട്ടു നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവം. അതുകൊണ്ട് സാത്താനെ സമുദ്രം വിടുതുമേ, സാത്താനെ സമുദ്രം വിടുതുമേ. എന്നെ കാത്തവർ, അവരെ എന്നെ കാത്തവർ, അവരെ എന്നെ കാത്തവർ, അവരെ സിംഹക്കെബിയോ സൂളനെരുപ്പോ അവരെന്നെ കാത്തിടുവാൻ.
അങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. നമുക്ക് വേണ്ടി മാലാവനായി ഇറങ്ങി വരാൻ കഴിവുള്ള നമ്മുടെ കർത്താവ്. ദൈവത്തെ സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്ന് എന്നെ കാത്തവർ അവരെ, എന്നെ കാത്തവർ അവരെ, എന്നെ ദൈവത്തോട് പറഞ്ഞാൽ മാത്രം എന്നെ കാത്തവർ പ്രതികൂലങ്ങൾ വന്നാലോ മതിയായ ദൈവം കൂടെ ഇരുന്ന എന്റെ ദൈവം അസുഖത്തിന്റെ കുഴിയിൽ വീണാലോ അസുഖത്തിനെ ജനിപ്പിച്ച അസുഖത്തിന്റെ വായടക്കാൻ കഴിവുള്ള നമ്മുടെ ദൈവം സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ, മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ, യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ കർത്താധികത്തിൽ, യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്, രാജാവിന്റെ യേശുവിനോടത്ത് കോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്, ആരാധനയുണ്ട് ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധനയും ആരാധന ഉയരട്ടെ. ആരാധനയിൽ വീരനായ നമ്മുടെ കർത്താവ്, നമ്മുടെ ആരാധനയിൽ വസിക്കുന്ന നമ്മുടെ കർത്താവ്, ആരാധനയുണ്ട് സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്ത്. എത്ര പേര് പറയും സൈന്യത്താലല്ല, എന്റെ ശക്തിയാലല്ല, എന്റെ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ശക്തിയാലത്തെ പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്തെ, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്തെ, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹ പരിശുദ്ധാത്മാവിന്റെ പകർച്ച. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്, മഹാരാജാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ആരാധന വന്നാട്ടെ. ആരാധനയുണ്ട് ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്, ആരാധനയുണ്ട് യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട് ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. ദൈവകുഞ്ഞാടേ ക്രൂശിൽ തകർക്കപ്പെട്ട ദൈവകുമാര, അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടേ ക്രൂശിൽ തകർക്കപ്പെട്ട ദൈവകുമാര, ഒരു നേടുക മണവാട്ടിയെ വാനിൽ എടുത്തിടുവാൻ വേഗം പ്രത്യാശ നമുക്കുണ്ടോ? ആ പ്രത്യാശ
ആവശ്യമുള്ള സന്തോഷത്തോടു കൂടി രാജാവുള്ളിടത്ത് രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രേമം. അവന്റെ സാന്നിധ്യമുള്ളിടത്ത് സൗഖ്യമുണ്ട്, അവന്റെ സാന്നിധ്യമുള്ളിടത്ത് സമാധാനമുണ്ട്, അവന്റെ സാന്നിധ്യമുള്ളിടത്ത് ഹല്ലേലൂയ അപ്പർസാത്മാവിന്റെ ശക്തിയുണ്ട്, ആരാധനയുണ്ട്. ആരാധനയുണ്ട്, 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 ആത്മാവിന്റെ ആരാധനയുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധന ഉയരട്ടെ. ആരാധനയോ രുചിച്ചറിയുവാൻ തക്കവണ്ണം സാന്നിധ്യത്തെ തൊട്ടറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മധ്യയിറങ്ങി വരുന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. തോട്ടത്തിലാണ് പരിശുദ്ധന്റെ സാന്നിധ്യം ഉള്ളതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മക്കൾ വസിക്കുന്ന, അവരുടെ മക്കൾ സന്തോഷത്തോടെ കൂടുന്ന ഈ തോട്ടത്തിൽ ആ ദൈവം അവരെ കാണുവാൻ ഇറങ്ങി വന്നിരുന്നു. ഹല്ലേലൂയ. നമ്മൾ സന്തോഷത്തോടുകൂടി ആരാധിക്കുമ്പോൾ ആ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മധ്യം നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ മക്കളുടെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ മധ്യം നടക്കുന്നതിനോർത്ത് ആരാധനയുണ്ട്, 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 ആത്മാവിന്റെ ആരാധനയുണ്ട്, 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 ആരാധനയുണ്ട്. യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, 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 ആത്മാവിന്റെ ആരാധനയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പാടിയ പോലെ ഒരുങ്ങിയിടുക മണവാട്ടിയെ, നമ്മളെ ചേർക്കാൻ നമ്മുടെ കാന്തൻ വേഗം വരുന്നു. ഹല്ലേലൂയ. സ്വർഗഭവനം ഒരുക്കി വേഗം നമ്മളെ ചേർക്കാൻ നമ്മുടെ പ്രിയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുറിവുകളെ ഉണക്കുവാനും നമ്മുടെ ഹൃദയത്തെ തലോടുവാനും ഒക്കെ യേശുവെ പോലെ മറ്റാരുമില്ല. നമുക്ക് ചേർന്ന് പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റവും പ്രിയമുള്ള നമ്മുടെ യേശു. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദര എനിക്കൊരു ഉത്തമ ഗീതം. എത്ര പേര് പറയും നമ്മുടെ കർത്താവിനോട്, നമ്മുടെ മധ്യമുള്ള ആ ദൈവത്തോട്, എന്റെ പ്രിയനോടു നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. യേശുവിനായി എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ എന്റെ ഹൃദയത്തെ തൊടുവാൻ, എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാനൊരിക്കലും നിരച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റവും പ്രിയമുള്ള എന്റെ ഹൃദയം കവർന്ന, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, ആ സ്വന്തം ജീവനെ തന്ന സർവാംഗ സുന്ദര യേശു. സ്വർഗഭവനം, സ്വർഗഭവനം
ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. നല്ല നാൾ. എത്ര പേര് കാത്തിരിക്കുന്നുണ്ട്? സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം നമുക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോയ നമ്മുടെ അപ്പൻ, ഞാൻ വേഗം വരാമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ട് പോയ നമ്മുടെ ദൈവം, നല്ല നാളിനാ കാത്തിരുന്നിൽ സ്നേഹമെന്നിൽ ദിനം തോറും ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവേ പോലാരെ എന്റെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടിട്ടില്ല. ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിലച്ചതില്ല. പതിനായിരത്തിലതിശ്രേഷ്ഠൻ ഹൃദയം എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരൻ യേശു എനിക്കൊരു ഉത്തമഗീതം എനിക്കൊരു ഉത്തമഗീതം. അസംഭവം പാടിയാട്ടെ. എന്റെ പ്രിയനോട് ഞങ്ങളുടെ പ്രിയനോട് ഞങ്ങൾക്ക് പാടുവാനുണ്ടപ്പാ. ക്രൂശിലെ ഞങ്ങൾക്ക് വേണ്ടി എഴുതിയ മൃദുലം എന്റെ യേശുവിനായി എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഓരോ പനി നീർപ്പൂ പോലെ മൃദുലം. ഹല്ലേലൂയ. യേശുവപ്പാ, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ പാടിയതുപോലെ എൻ്റെ പ്രിയന് വേണ്ടി ഞങ്ങൾക്ക് കർത്താവ് ഈ നിമിഷം പറയുവാൻ ഞങ്ങൾക്കൊന്നുണ്ട്. കർത്താവ് ഞങ്ങളുടെ മധ്യേ കർത്താവ് ഞങ്ങളുടെ സ്ഥാനത്ത് ഇറങ്ങി വന്നിരിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ പാടിയതുപോലെ കർത്താവ് ഞങ്ങളുടെ ആത്മാവുള്ളിടത്ത് ഹല്ലേലൂയ സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. ആ ഹൃദയത്തിൽ തകർന്നിരിക്കുന്നവരെ സമാധാനിപ്പിക്കുവാൻ ആ ലോകത്തിൻ്റെ സമാധാനമല്ല, ആ ക്രിസ്തുയേശുവിൻ്റെ സമാധാനം ഇവിടെ മധ്യ വന്നിരിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ ഹല്ലേലൂയ. ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ തലമുറകൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആ ക്രൂശിൽ അങ്ങ് എഴുതിയതിനോർത്ത് നന്ദി പറയുന്നു. ആ നിത്യജീവനെ എൻ്റെ പേർക്കായി അങ്ങ് എഴുതിയതിനോർത്ത് നന്ദി പറയുന്നു. അപ്പാ ആ ജീവപുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അമ്മകൾ സ്നേഹത്തെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ്. അപ്പാ ഹല്ലേലൂയ. സ്വർഗഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ വേഗം നിന്നെ ചേർപ്പാൻ ഞാൻ വീണ്ടും വന്ന് വരുമെന്ന് ഹല്ലേലൂയ എൻ്റെ ഹൃദയങ്ങൾക്ക് കർത്താവ് ഉറപ്പങ്ങ് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ അങ്ങ് തന്നതിനോർത്ത് നന്ദി പറയുന്നു. അപ്പാ ഹല്ലേലൂയ. മറ്റാരും ഈ ലോകത്തിൽ ആരും പറയാത്തതുപോലെ കർത്താവേ നിന്നെ ചേർപ്പാൻ ഞാൻ വീണ്ടും വരുമെന്ന് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയ എൻ്റെ കർത്താവ്, ആ പ്രിയനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ വിളക്കുകളിൽ കർത്താവേ ആ എണ്ണ കരുതിക്കൊണ്ട് ദിനം തോറും നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ്. ഹല്ലേലൂയ. ആ പ്രിയനോട് നമുക്ക് പറയാം, നമ്മുടെ ഹൃദയം ആ പ്രിയനായി ഒരുക്കാം. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷയിലെല്ലാം പിതാവേ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ നോക്കുന്ന നല്ലൊരു ദൈവമാണ് ഞങ്ങൾ അറിയുന്നത്. കർത്താവെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ സമ്പത്തോ ഞങ്ങളുടെ ആരോഗ്യമോ ബലമോ ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ അറിയുന്നു. കർത്താവെ ഞങ്ങളെ കർത്താവെ അങ്ങ് പേര് ചൊല്ലി വിളിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ലോകത്തിൽ അനേകരുണ്ടായിട്ടും ഹല്ലേലൂയ ഞങ്ങളെ ഈ നിമിഷം കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങ് ആരാധിക്കുവാനും ഞങ്ങളുടെ ആത്മാവിൻ്റെ സാന്നിധ്യം അറിയുവാനും ഞങ്ങളുടെ സമാധാനം രുചിച്ചറിയുവാനും എല്ലാം ഞങ്ങളെ വിളിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ അങ്ങ് വിശ്വസ്തനായിരിക്കുന്നതിനോർത്ത് വിളി വിശ്വസ്തയോടെ ഞങ്ങൾക്കും കർത്താവ് നിറവേറ്റുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയാണ്. ആ നല്ല നിലമായി ഞങ്ങൾ ഒരുക്കുന്നു കർത്താവേ. തുടർന്നുള്ള വചന ശുശ്രൂഷയിലെല്ലാം ഞങ്ങളുടെ നല്ല നിലത്ത് ആ വചനം വീഴുവാനും അത് അനേകർക്ക് ഉപകാരമുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ലോണം 100 മേനി വിളയുവാൻ തക്കവണ്ണം അനേകരെ ഈ സുവിശേഷം, അനേകരെ ഞങ്ങളുടെ സ്നേഹം ഞങ്ങളറിഞ്ഞ് ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സ്നേഹം അനേകരെ അറിയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് കർത്താവ് ഉപകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സഭ പറയും ആമേൻ. നന്നേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനെ 2 താലന്തല്ലേ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്നേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനെ, നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു. ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻപാണിവക്കാരെ ഏൽപ്പിക്കാതിരുന്നത് എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിൻ. അങ്ങനെയുള്ളവനെ ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതാണ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ എത്രമാത്രം വ്യാപാരം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയത് നമ്മൾ ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്തെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ഒരു നീതിയും ലഭിക്കുകയില്ല. നമ്മളെ തഴഞ്ഞു കളയും, നമ്മളെ തള്ളിയിട്ട് കളയും. നമ്മളെ ഹൃദയങ്ങളെ പരിശോധിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനേകരുമായിട്ട് പകർന്ന്, ദൈവത്തിൻ്റെ സ്നേഹം അനേകരിലേക്ക് പകർന്ന് ദൈവശക്തി നമ്മളിലൂടെ വ്യാപരിക്കുവാൻ ഇടയാക്കത്തക്ക വിധത്തിൽ നമ്മൾ ജീവിക്കാൻ അനുവദിക്കണം. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് കടക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ചെന്ന് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇതിലേക്ക് കൈനീട്ടുവാനുള്ള യോഗ്യത
വെള്ളത്തിൽ മുങ്ങി കർത്താവിനെ സാക്ഷീകരിച്ചവർക്കും പരസ്യമായി സാക്ഷീകരിച്ചവർക്കും ഇതിൽ പങ്കാളിയാകുവാൻ അവസരമുണ്ട്. അല്ലാത്തവർ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവ ശുശ്രൂഷകന്മാർ വന്ന് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ദൈവത്തിന് കൊടുക്കാനുള്ള സമയമാണ്. അതിനു മുന്നേയായിട്ട് നമുക്ക് 2-3 വചനവാക്യങ്ങൾ നോക്കാം. സങ്കീർത്തനം 100:4. സങ്കീർത്തനം 100:4 ഇപ്രകാരമാണ് പറയുന്നത്: അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഇവിടെ ഇങ്ങനെ പറയുന്നത് നമ്മൾ എങ്ങനെ സഭയിലേക്ക് കടന്നു വരണമെന്നാണ് പറയുന്നത്. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോട്. അപ്പം നമ്മളിൽ എപ്പോഴും എന്താ വേണ്ടത്? ദൈവത്തോടുള്ള സ്തോത്രം വേണ്ടത്. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ഏത് കാര്യത്തിൽ. ഇപ്പം നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു ജീവിതം ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വരാം, നിരാശകൾ വരാം. എന്നാൽ അതിലെല്ലാം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞ് പറയുന്നത് അവൻ്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിന്ന. നമ്മളിൽ പിറുവിറുക്ക്, നമുക്കറിയാം ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയത് പിറുവിറുപ്പോട് കൂടിയാണ്. അവർക്ക് ദൈവം വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, എന്നിട്ടും അവർ പിറുവിറുത്തു. പക്ഷെ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവനെ സ്തുതിക്കുവാനും അവൻ്റെ നാമത്തെ ഉയർത്തുവാനും വേണ്ടിയിട്ടാണ്. 1 തെസ്സലോനിക്കർ 5:18 ഇങ്ങനെ പറയുന്നത്: എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവേഷ്ടം. അപ്പോൾ ഇവിടെ ദൈവം നമ്മളോട് പറയുന്നത് എന്താ? എല്ലാത്തിലും സന്തോഷിക്കണം. നമ്മുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, അതിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. അതുകൊണ്ട് പറയുകയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. നമ്മൾ ഏത് കാര്യത്തിലും എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. നമ്മൾ ചിലപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവമേ എന്നെ ഇവിടെ കാക്കണേന്ന് 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡോ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റണം. എപ്പോഴും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പറയുന്നത് എല്ലാറ്റിലും സ്തോത്രം ചെയ്യുന്ന. ഇവിടെയും പറയുന്നത് എന്താ? എല്ലാത്തിലും നമ്മൾ സ്തോത്രം ചെയ്യണം, എപ്പോഴും സ്തോത്രം ചെയ്യണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനാണ് നമ്മളെ ദൈവം ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എബ്രായർ 10:34 ഇങ്ങനെ പറയുന്നത്: തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നമുക്ക് ദൈവം സമ്പത്ത് നൽകിയിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതിൽ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം. അപ്പം നമ്മളിൽ നിന്ന് ആ സമ്പത്ത് നമ്മൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിതയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ? അയ്യോ, ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഇത്ര എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. അതിനേക്കാളും ഏറ്റവും വലിയ ഒരു ഉത്തമ സമ്പത്ത് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുള്ള യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പം ആ സന്തോഷത്തോടെ വേണം നാം ദൈവത്തിന് കൊടുക്കാൻ. 2 കൊരിന്ത്യർ 9:6 ഇങ്ങനെ പറയുന്നത്: എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുവാനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടത്? സന്തോഷത്തോടെ. അതാ ദൈവം നമ്മൾ ചിലപ്പോൾ ചെറിയ പൈസ ആയിരിക്കാം, വലുതായിരിക്കാം, അതൊന്നും ദൈവം നോക്കുന്നില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡിനാണ് ദൈവം നോക്കുന്നത്. നമ്മൾ സന്തോഷത്തോടെയാണോ കൊടുക്കുന്നത്? നമ്മൾ ഇത് ദൈവത്തിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ചാണോ കൊടുക്കുന്നത്? അതാണ് ദൈവം നോക്കുന്നത്. അപ്പം നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് കരങ്ങളിലെടുക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവപ്പച്ച. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നു. അപ്പം ഓരോ കരങ്ങളെ അവിടെ നിന്ന് അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അതേമേ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കാൻ പറ്റാത്തവരും ഇതിലുണ്ട്. അവരുടെ കരങ്ങളിൽ അങ്ങ് അധികമായി കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതേമേ ഇത് നല്ല നിലത്ത് വീണ് അതേമേ 30, 60, 100 മേനി വിളയാൻ തൊക്കവണ്ണം അങ്ങ് ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്കായി നന്ദി. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹമെന്ന് അറിയിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കാൻ ദൈവം കൃപക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഒരു നിമിഷം ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം കിടക്കാം. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 3, 4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും
അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടക്കാം. നമുക്കൊരു നിമിഷം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പറയുന്ന എനിക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ, കർത്താവെ ഞങ്ങൾക്കുള്ളതെന്നും നല്ലത് കൊടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന സാവകാശം നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനവുമായി ഞങ്ങൾ അടുത്തേക്ക് വരികയാണ്. കർത്താവെ, അടിയങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ 30, 60, 100 മേനി വിളഞ്ഞ് ഫലമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ കർത്താവെ ക്രിസ്തുവിൻ്റെ അനുരൂപരായി തീർന്നുകൊണ്ട് അവൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരാക്കി അടിയങ്ങളെ മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ സഭയ്ക്ക് എഴുതിയ 2ാം ലേഖനത്തിൽ നിന്നാണ് നമ്മളിത് വായിച്ചത്. നമുക്കൊന്നും കൂടി വായിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി വായിക്കാം. 1-ാം വാക്യം പറയുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ദിവ്യശക്തി നമ്മുടെ ഭക്തിക്കും ജീവനും വേണ്ടിയുള്ള എല്ലാം ദാനമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, അവയാൽ, ഏതാൽ, ദിവ്യശക്തിയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അവൻ്റെ ദിവ്യശക്താലും ജീവനാലും അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് തന്നിരിക്കുന്ന അതിമഹത്തായ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഹല്ലേലൂയ. ഈ വചനം കൊണ്ട് നമ്മൾ പത്രോസ് ആഗ്രഹിക്കുന്നത് ആ സഭയിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? ഒരു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ഹല്ലേലൂയ. ദിവ്യ സ്വഭാവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ആ യേശുവിനെ അനുരൂപമായി തീരുന്നതാണ് നമ്മുടെ ദിവ്യ സ്വഭാവം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അവിടെ പത്രോസ് എഴുതുന്ന ഉദ്ദേശം എന്താ? ആ സഭയിലുള്ള ഓരോരുത്തരും എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടത് എന്താണെന്ന് അവൻ പറയുന്നുണ്ട്. അതിമഹത്തായ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിറയുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഓരോ ലേഖനകർത്താക്കൾ എഴുതുമ്പോൾ, അത് പത്രോസായാലും പൗലോസായാലും യാക്കോബായാലും യൂദയായാലും ലേഖനങ്ങൾ എഴുതുന്നത് അതാത് സഭകളിൽ ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ്. ചില വിഷയങ്ങൾ അവിടെ കടന്നു വരികയും അവർ ആ ലേഖനത്തിലൂടെ ആ സഭയെ അല്ലെങ്കിൽ ആ വ്യക്തികളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി അവർ ഓരോ ലേഖനങ്ങളിലൂടെ അവരെ ബലപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പത്രോസിൻ്റെ 1 പത്രോസ് എഴുതുമ്പോഴുള്ള ആ പ്രത്യേകത. 1 പത്രോസ് നമ്മൾ വായിക്കുമ്പോൾ ഏകദേശം 6 സഭകൾക്ക് വേണ്ടി അവിടെ എഴുതുന്നത്. ഗലാത്യയിലും കപ്പദോക്കിയിലും ആസയിലും ബിഥുനിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവ ആത്മാവത്വവണ്ണം ആത്മാവിൻ്റെ വിശീലനം പ്രാപിച്ച് അനുസരണം പ്രാപിച്ച യേശു രക്തത്തിൽ തളിക്കപ്പെട്ടവരുമായ സഭയിലെ ഓരോ വ്യക്തികൾക്കുമാണ് എഴുതുന്നത്. കാരണം അവിടെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ആത്മാവ് വന്നു, അവർ സഭകളായി മാറി. അവിടെ നമ്മുടെ സ്തെഫാനോസിന്റെ ഭരണത്തിന് ശേഷം ചിതറിപ്പാർന്ന് അവിടങ്ങളിൽ സഞ്ചരിച്ച് അനേകർ ദൈവസഭകളായി മാറി. ആ ദൈവസഭയിലെ ഏകദേശം 6 സഭകൾക്ക് വേണ്ടി പത്രോസ് എഴുതുകയാണ്. ഈ ലേഖനം എഴുതുമ്പോൾ ആ പത്രോസ് ആ സഭയിൽ നടന്ന ചില വിഷയങ്ങളെ പ്രതിപാദിക്കുകയാണ്. നമുക്കറിയാം അവിടെ എന്തായിരുന്നു വിഷയം. അവിടെ അതിൻ്റെ 1 പത്രോസിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, അവർ വിവിധ പരീക്ഷകളാൽ, വിശ്വാസത്തിന്റെ പരിശോധനകളാൽ ദുഃഖിച്ചിരിക്കുന്നവരായിരുന്നു. തങ്ങളിറങ്ങിപ്പോകുന്ന സമൂഹത്തിൽ നിന്നും
ദുഷിപ്പും നിന്ദയും പരിഹാസവും കേൾക്കുന്നവരായിരുന്നു. മറ്റൊരു കാര്യം, അവർ ക്രിസ്തുവിനെ പ്രതി കഷ്ടം ക്രിസ്ത്യാനികളായി 4:16 വായിക്കുമ്പോൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ച് ലജ്ജിക്കുന്നവരായിരുന്നു. അതിന്റെ 4:12 പറയുമ്പോൾ അവർ ഒരു അഗ്നിശോധനയെങ്കിൽ കൂടി കടന്നു പോകുന്നവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ അപൂർവ കാര്യങ്ങൾ വരെ വന്നുപോയി. ഇങ്ങനെ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും പഴി, ദൂഷണം എന്നിവയിലൂടെ കടന്നുപോയി കൊണ്ടിരുന്ന ഒരു സഭകളോട്, അവിടുത്തെ ജനത്തോട് പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനം പ്രതിപാദിക്കുന്നത്. എന്നാൽ അവിടെ നമുക്കറിയാം, ഈ 2 പത്രോസ് എഴുതുമ്പോൾ തന്നെ അതിന്റെ 1-ാം വാക്യം നിങ്ങൾ ദിവ്യ സ്വഭാവം പറഞ്ഞതിന് ശേഷം അതിന്റെ 2-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അന്നും ഇന്നത്തെ പോലെ അനേകം കള്ളപ്രവാചകം ഉണ്ടായിരുന്നു. അവരും ഈ ജനത്തിനിടയിൽ ചില കാര്യങ്ങളെ പറഞ്ഞു. അതിന് പറഞ്ഞ കാര്യം അതിന്റെ 3-ാം വാക്യം പറയും, 2:3 പറയുന്നു, ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അന്നും കള്ളപ്രവാചകന്മാർ ചില കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടിട്ട് അവരും ഇന്ന് നാളെ മാറും, കഷ്ടങ്ങൾ നാളെ മാറി എന്നെ മാനിക്കും, മാനമുണ്ടാകും, അല്ലെങ്കിൽ ഒരു സമൃദ്ധി ഉണ്ടാകും എന്നെല്ലാം വിചാരിച്ച് അവർ ആ കഷ്ടതയിൽ ഒരു ഇളക്കം വന്നപ്പോ പത്രോസ് അവരോട് പറയുക, നാളെ നിങ്ങൾക്ക് മാറുന്നല്ലേ കഷ്ടങ്ങൾ. ഈ കഷ്ടങ്ങൾ, അല്പം പരീക്ഷകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നീ അവകാശത്തിനായി തന്നെയാ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നാനാ പരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി ഇടവരും. ഹല്ലേലൂയ. പൗലോസ് പ്രബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ശക്തിപ്പെടുന്നത്, നാളെ നിങ്ങൾക്കൊരു നല്ല കാലം വരാൻ പോകുന്നല്ല, നിങ്ങളുടെ സ്ഥിതി മാറുവാൻ പോകുന്നല്ല. പിന്നെന്താ പറഞ്ഞവരെ പഠിപ്പിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ പരിശോധനയിൽ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ, നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നൊരു ദിവസം വരാൻ പോവുകയാണ്. കർത്താവിന്റെ വരവിങ്കൽ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് പുകഴ്ചയ്ക്കും മാനം, നിങ്ങൾക്ക് മാനം വരാൻ പോകുന്നത്, മാനത്തിനും ഇടവരുകയാൻ പോവുകയാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉള്ളിൽ ആ വാഗ്ദത്തങ്ങളാൽ നിറഞ്ഞവരായി തീരണം. ഹല്ലേലൂയ. അതിന്റെ 11-ാമത്തെ വാക്യം പറയുന്നു, 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളും നിങ്ങളുടെ ആത്മാവിനെ പോലെ ജഡമോഹങ്ങൾ വിട്ടെന്ന് ജാതികളെ നിങ്ങളുടെ ദുഷ്പ്രവൃത്തിക്കാരൻ ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവരെല്ലാവരും എവിടുന്ന? ആ പ്രത്യക്ഷതയിൽ, ആ സന്ദർശന ദിവസത്തിൽ നിങ്ങൾക്കൊരു വിടുതൽ സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. വീണ്ടും അവരെ പ്രഭുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഒരു അപൂർവ കാര്യമാണെന്നറിയാം. അപൂർവകാര്യം ഇനിയും സംഭവിക്കും. എന്നാൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുകൊള്ളാൻ തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ, ഹല്ലേലൂയ, അവിടെ പറഞ്ഞ ആ നിത്യതയുടെ ദർശനം, ആ പ്രത്യാശ, ആ വാഗ്ദത്തങ്ങളെ അവരുടെ ഇടയിലേക്ക് ഹൃദയത്തിലേക്ക് നിറച്ചു കൊടുത്തിട്ട് പറയുക, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. ഹല്ലേലൂയ. ഈ പ്രത്യാശ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങൾ ഈ വാഗ്ദത്തങ്ങളെ, ഈ പ്രത്യാശകളെ നിങ്ങളുടെ ഹൃദയത്തിൽ വിലയേറിയും അതീതമായി വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇവയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ലോകത്തിലുള്ള മോഹം വിട്ടൊഴിഞ്ഞിട്ട്, ദ്രവ്യാഗ്രഹത്തിന്റെ മോഹം വിട്ടൊഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ദിവ്യ സ്വഭാവത്തിലേക്ക് വന്ന് ആ കർത്താവിനോട് കൂടെ ഇരിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണമെങ്കിൽ, നമ്മൾ ഓരോരുത്തരും വരണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്രത്യാശ നിറഞ്ഞ ജീവിതം,
ആ വാഗ്ദത്തങ്ങൾ നിറഞ്ഞ ജീവിതം അത് നമ്മുടെ ഹൃദയത്തിൽ നിറയുവാനിടയാകണം. ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് 1 യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 4:5 ഈ പറയുന്നു, അവർ ലൗകികന്മാർ ആകയാൽ. അതിന് 4:1 പറയുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകൻ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനും വിശ്വസിക്കരുത്. അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം എന്ന് പറഞ്ഞാൽ ആരുടെ ഹൃദയത്തിലാണോ ലോകം നിറഞ്ഞിരിക്കുന്നത്, മോഹം നിറഞ്ഞിരിക്കുന്നത്, അവർ ആ വാക്ക് കേട്ട് തെറ്റിപ്പോകാനിടയായി മാറും. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഈ മോഹത്താലുള്ള നാശം മാറ്റി അവൻ്റെ വാഗ്ദത്തങ്ങളാൽ നിറയണം. അവൻ്റെ പ്രത്യക്ഷതയുടെ ദിനത്തിനു വേണ്ടി ഒരുങ്ങണം. ആ പ്രത്യക്ഷതയിൽ ലഭിക്കാണ്ടിരിക്കുന്നത് ആത്മാവിനാൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആത്മാവിൽ നിറഞ്ഞവരായി അത് എന്തിനാ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മോഹത്താൽ നാശം വിട്ടൊഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നാശത്തിലേക്ക് പോകും. അതാ യാക്കോബിന്റെ ലേഖനത്തിൽ ഇപ്രകാരം 1:15 ഇപ്രകാരം യാക്കോബും അതേ അഡ്രസ് ചെയ്യുന്നുണ്ട്. യാക്കോബ് 1:5 അതേ വിഷയം 1:15 മോഹം 14 വായിക്കാം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മോഹം, ദ്രവ്യാഗ്രഹത്തിന്റെ മോഹം, ധനികനാനുള്ള മോഹം, ആകാനുള്ള മോഹം, ഈ മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടല്ല, ഓരോ ദിവസവും വളർന്ന് മോഹം ഗർഭം ധരിച്ചു കഴിഞ്ഞൊരു പാപത്തെ പ്രസവിക്കും. പാപം മുഴുക്കുന്നൊരു സമയമുണ്ട്, ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാതെ. ഹല്ലേലൂയ. ആത്മാവിന്റെ സ്വരം കേൾക്കാതെ, മനുഷ്യരുടെ സ്വരം കേട്ട്, മനുഷ്യവാക്കുകൾ കേട്ട്, ദൈവത്തിന്റെ വചനത്തെ പിൻപറ്റമില്ലാതെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് പാപത്തിൽ നിന്നും മരണത്തിലേക്ക് മാറുന്നൊരവസ്ഥ. അതില്ലാതിരിപ്പാനാ പത്രോസ് തൻ്റെ ജനങ്ങളോട് പറയുന്നത്, കഷ്ടങ്ങളുടെ നടുവിലും നിങ്ങൾ എന്ത് ചെയ്യണം? വാഗ്ദത്തങ്ങളാൽ, കർത്താവിൻ്റെ വരവിൻ്റെ വാഗ്ദത്തങ്ങളാൽ, ആ പ്രതിഫലങ്ങളാൽ നിങ്ങൾ ഹൃദയത്തിൽ നിറയുന്നവരായിട്ട് മാറണം. എന്തിനായി ദിവ്യ സ്വഭാവത്തിലേക്ക് വരും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമുക്ക് 2 തെസ്സലോനിക്കർ 2:14 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വിളിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:14 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസ രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിന്റെ 14 വീണ്ടും പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അവൻ്റെ മഹത്വം പ്രാപിക്കാനാ നമ്മൾ ഓരോരുത്തരെയും വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ ഭവനങ്ങളിൽ നിന്നും കർത്താവ് വേർതിരിച്ചു മാറ്റിവെച്ചത്. അല്ലാണ്ട് ഈ ലോകത്തിലെ മോഹത്തിൽ പെട്ടുപോകാനല്ല, ഈ ലോകത്തിൽ എന്ത് ലഭിക്കാനല്ല, അവൻ്റെ മഹത്വം പ്രാപിക്കാൻ. അവൻ്റെ മഹത്വം നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണമെങ്കിൽ അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ആ നിത്യയുടെ ദർശനത്താൽ നിറഞ്ഞവരായി ജീവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പത്രോസ് നമ്മൾ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. അവൻ്റെ മഹത്വം പ്രാപിക്കാനാണ് നമ്മളെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരുടെ സ്വഭാവം നമുക്കറിയാം. റോമർ 11:24 വ്യക്തമായിട്ട് നമ്മുടെ സ്വഭാവം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമർ 11:24 ആ സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നും നിന്നെ മുറിച്ചെടുത്ത്. സ്വഭാവത്താൽ നമ്മൾ കാട്ടുമരത്തിന്റെ സ്വഭാവമുള്ളവരായിരുന്നു. ആ സ്വഭാവത്തിൽ നിന്നും നമ്മളെ മുറിച്ചെടുത്തിരിക്കുന്നത് നല്ല ഒലിവ് മരമായ യേശുക്രിസ്തുവിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക.
ആ സ്വഭാവം, കാട്ടു സ്വഭാവം മാറി നല്ല ഒരുമായ ആ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നമ്മൾ നിറയണം. ആ ഒലിവ് മരത്തിൻ്റെ ഫലങ്ങളാൽ നിറയുന്നതിന് വേണ്ടിയാ നമ്മളെ ആ ഒലിവ് മരത്തോട് ചേർത്തൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒലിവ് മരത്തിന് ഒട്ടിച്ചു വെക്കണമെങ്കിൽ ആ ഒലിവ് മരത്തിൻ്റെ സ്വഭാവം നമ്മളിലാകണം. ആ ഒലിവ് മരത്തിന്റെ സ്വഭാവങ്ങൾ, ആ ഫലങ്ങൾ നമ്മൾ നിറയണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ഹല്ലേലൂയ, ഫലമില്ലാത്തതിനെ വെട്ടിക്കളയുന്നൊരു ദൈവം. ഒലിവ് മരത്തിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചത് ആ നല്ല സ്വഭാവമുള്ളവരായി, ആ ഒലിവ് മരത്തിന്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അതിനു വേണ്ടിയാ നമ്മളെ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മളെ മോഹങ്ങൾ വിട്ടൊഴിയുവാൻ, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളായി തീരുവാൻ നമ്മൾ ആ പ്രത്യാശയാൽ നിറഞ്ഞവരായി തീരേണ്ടത്. വീണ്ടും നമ്മൾ കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നിൻ്റെ 3 ഇപ്രകാരം വായിക്കുന്നുണ്ട്: സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ, അവിടെ ഊന്നി പൗലോസ് പറയുക, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പൊ സുവിശേഷത്തിന്റെ സത്യവചനത്തിലുള്ള ഒരു മർമ്മമാ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ. അതില്ലാതെ സുവിശേഷമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കള്ളന്റെ കാര്യം നമ്മൾ കേട്ടിരുന്നു. എന്താണ്? യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ 2 കള്ളന്മാർ നടുക്ക് ക്രിസ്തു. അവിടെ ആ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകി വന്ന ദൈവസ്നേഹം. ആ ഒരു തൊട്ട് മുമ്പ് വരെ മത്തായി സുവിശേഷത്തിൽ അവനെ ദുഷിച്ചെന്ന് പറയുന്ന ആ കള്ളന്റെ നേരെ ഒരു നിമിഷം ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. നമ്മൾ കേട്ടു 3 കാര്യങ്ങളാ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന ആ സുവിശേഷത്താൽ അവനെ പിടിക്കപ്പെട്ടത്. 1, അവന് മനസ്സാന്തരമുണ്ടായി. ഹല്ലേലൂയ. 2, അവൻ യേശു നീതിമാനാ, യേശുവിന്റെ നീതിയെക്കുറിച്ചൊരു ബോധ്യം ഹൃദയത്തിൽ വന്നു. 3-ാമത്തെ കാര്യം, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ആ പ്രത്യാശ, എന്നെ ഒന്ന് ഓർക്കണമേ. അത്ര മതി. കുരിശിൽ നിന്ന് ഇറങ്ങണ്ട, അവൻ ആ വീട്ടിൽ പോകണ്ട, അവനൊരു കാര്യം വേണ്ട. ഒറ്റ കാര്യം, ആ പ്രത്യാശയിൽ നിറഞ്ഞവൻ. രാജത്വം മതി, ആ പ്രതിഫലം മതി, നിന്നോടുകൂടി ഒന്ന് ഇരിക്കാൻ പറ്റിയാൽ മതി. ഹല്ലേലൂയ. ആ നിമിഷം കർത്താവ് പറഞ്ഞു, നീ എന്നോടുകൂടെ. അതാ ഇവിടെ കൊലോസി പറയുന്നത്, സത്യവചനത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിക്കുന്ന പ്രത്യാശ നിമിത്തം. പ്രിയപ്പെട്ടവരെ, സത്യവചനം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പ്രത്യാശയുണ്ട്. കർത്താവിന്റെ വരവുണ്ട്, നിത്യതയുണ്ട്, ആ നിത്യയുടെ ദർശനമുണ്ട്. ആ നിത്യയുടെ ദർശനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞില്ലെങ്കിൽ ആ സത്യവചനം നമ്മുടെ ഹൃദയങ്ങളിൽ, യേശുവിന്റെ നീതി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കില്ല. അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ആ സത്യവചനമായ പ്രത്യാശയുടെ സുവിശേഷം എന്തെന്നറിയാമോ? അത് സർവ്വലോകത്തിലും ഫലം കായ്ക്കുകയും വർദ്ധിച്ചു വരികയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഫലങ്ങളാൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ആശ്വാസത്തിന്റെ വചനം നല്ലതാ, വേണ്ടെന്നല്ല. പക്ഷേ ഈ നിത്യയുടെ ദർശനങ്ങളാലും അവന്റെ പ്രതിഫലങ്ങളാലും എന്ത് ചെയ്യണം? നമ്മൾ നിറയപ്പെടുന്നവരായിട്ട് മാറണം. വീണ്ടും 1 കൊലോസ്യർ അതിൻ്റെ തന്നെ 22-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, ശത്രുക്കളായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിന്റെ മരണത്താൽ നിരപ്പിച്ചു. നമ്മളെ എന്തിനാ നിർത്തുന്നത്? കുറ്റമില്ലാത്തവരായും വിശുദ്ധരായും നിഷ്കളങ്കരമായും കർത്താവ് നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നിർത്തും. അതിനുവേണ്ടി അതിന് 23-ാം വാക്യം പറയുന്നു, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകാതെ. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ എവിടെയാ? സ്വർഗത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന എന്റെ പ്രതിഫലങ്ങൾ, എനിക്ക് വേണ്ടി വരുന്നതിന്റെ കർത്താവ് അവൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, അതിൽ നിന്നും ഇളകാതെ
അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. മാറിപ്പോകരുത്. ലോകത്തിലേക്ക് നമ്മുടെ കാഴ്ച മാറിപ്പോകരുത്. ലോകത്തിലേക്ക് നമ്മുടെ മോഹം മാറിപ്പോകരുത്. ഒരൊറ്റ പ്രത്യാശ, എനിക്ക് വേണ്ടി വരുന്ന എൻ്റെ കർത്താവിലുള്ള പ്രത്യാശ, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച എൻ്റെ കർത്താവിലുള്ള വിശ്വാസം, എനിക്ക് വേണ്ടി ഒരുക്കുന്ന പ്രതിഫലങ്ങളുടെ പ്രത്യാശ. അടിസ്ഥാനപ്പെട്ടവരും അതിൽ സ്ഥിരതയുള്ളവരുമായി നിൽക്കണം. നമ്മളെ സ്ഥിരത മാറ്റുവാൻ, നമ്മുടെ വിശ്വാസം സ്ഥിരത മാറ്റുവാൻ, നമ്മുടെ പ്രത്യാശ സ്ഥിരത മാറ്റുവാൻ, നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിൽ ലോകമുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഈ ലോകത്തിലേക്ക് നമ്മുടെ കാഴ്ചയെ കൊണ്ടുവരുന്നവർ, ഈ ലോകത്തിലേക്ക് നമ്മളെ നോക്കുന്നവർ, നിങ്ങൾ സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ നിർത്തും. എന്നാൽ എങ്ങനെ? അപ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി, ഇളകാതെ അടിസ്ഥാനപ്പെടാൻ നിന്നാൽ അങ്ങനെ നിൽക്കും. നമ്മുടെ കർത്താവ് നമ്മളെ അവന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. അതാ ദൈവത്തിന്റെ വാഗ്ദത്തം. വേറെ വാഗ്ദത്തങ്ങളൊന്നും പുതിയ നിയമസഭയ്ക്കില്ല. ഹല്ലേലൂയ. ഈ ഒറ്റ വാഗ്ദത്തത്തില ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും ആ 2 പത്രോസ് നമുക്ക് കാണാം. ആ 2 പത്രോസ് 3:9 എന്താണ് വാഗ്ദത്തമെന്ന് അതിനുശേഷം പത്രോസ് പറയുന്നുണ്ട്. അവരെ പഠിപ്പിക്കുക, എന്താണ് നിങ്ങളുടെ വാഗ്ദത്തം. അതിന്റെ 3:9 ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരം പ്രവേശിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ വാഗ്ദത്തം അവന്റെ വരവാണ്. അവന്റെ വരവിലുള്ള നമ്മളുടെ നിറവാണ്. അവൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് മാത്രമേ ഒരു പുതിയ നിയമവിശ്വാസിയുടെ വാഗ്ദത്തമുള്ളൂ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നമ്മുടെ ജീവിതം നിറയുമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാ പത്രോസ് കഷ്ടത്തിലും നിന്നതിലും പരിഹാസികളും ഊഷകളും ഒക്കെ ആയിരിക്കുമ്പോൾ അവരെ പ്രബോധിപ്പിച്ച് അവരുടെ ഹൃദയത്തിലിട്ട് നിറയ്ക്കാൻ നോക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ കർത്താവിന്റെ വാഗ്ദത്തം അവരുടെ ഉള്ളിലേക്ക് നിറയ്ക്കുക. ഹല്ലേലൂയ. ഇതാ നമ്മളോടും പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കഷ്ടപ്പെടുന്നവരുടെ മേൽ, നിന്ദിക്കുന്നവരുടെ മേൽ, പരിഹാസികളായിരിക്കുന്നവരുടെ മേൽ, ജനം ദുഷിക്കുന്നവരുടെ മേൽ എത്ര ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുത്താലും നാളെ മറ്റൊരു ദുഷി വരുമ്പോൾ, മറ്റൊരു പഴി വരുമ്പോൾ, മറ്റൊരു പരിഹാസം വരുമ്പോൾ നമ്മൾ സ്ഥിരതയില്ലാത്തവർ ഇളകിപ്പോകും. എന്നാൽ ആ നിത്യതയുടെ ദർശനം, കർത്താവിന്റെ വരവിന്റെ ആ ദർശനം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ നമ്മളെ ആർക്കും സ്ഥിരതയിൽ നിന്നും മാറ്റുവാൻ സാധിക്കില്ല. ആ പ്രത്യാശ വളരുന്ന പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ 3:13 ആ വാഗ്ദത്തമുണ്ട്. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം, വീണ്ടും ഒരു പറയാ, നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഈ കാത്തിരിപ്പാ പ്രത്യാശ. ഹല്ലേലൂയ. പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും വേണ്ടി കാത്തിരിപ്പ്. നമ്മൾ ഇന്നോ നമ്മൾ നാളത്തെ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ല, മക്കളുടെ ഭാവിക്കോ മറ്റു കാര്യത്തിലൂടെ നമ്മുടെ കാത്തിരിപ്പ് ഷിഫ്റ്റ് ചെയ്ത് എങ്ങാട് മാറണം? ആ പുതിയ ആകാശത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിട്ട് മാറണം. നമുക്ക് അങ്ങനെ കാത്തിരിക്കുന്നവന്റെ മേൽ ഒരു മോഹത്തിന് സ്ഥാനമില്ല. ഈ ലോകത്തിന്റെ ഒരു പ്രവൃത്തിക്കും അവന്റെ മേൽ സ്ഥാനമില്ല. കാരണം അവന്റെ ഉള്ളിൽ ഒന്നും വേണ്ട, എൻ്റെ കർത്താവിൻ്റെ മാത്രം മതി. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൊലോസ്യർ ലേഖനം 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ ജയിക്കുവാൻ എന്താ വേണ്ടതെന്ന് അവിടെ പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. കൊലോസ്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20 വായിക്കും നിങ്ങൾ. ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ച് ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യകൽപ്പന ഉപദേശങ്ങൾക്കനുസൃതമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുതെന്നുള്ള ചട്ടങ്ങൾ കീഴ്പ്പെടുന്നത്. അവിടെ നമുക്കറിയാം ലോകത്തിൽ അനേകം ചട്ടങ്ങളുണ്ട്. പലതും ജയിക്കുവാൻ, പലതും നമ്മളെ നിന്ന് മാറ്റുവാൻ അനേകം ചട്ടങ്ങളുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നു, ഈ ചട്ടങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശുദ്ധ സ്വഭാവത്തിലേക്ക് വരുവാൻ സാധിക്കില്ല. അല്ലെ, വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇറച്ചി കഴിക്കാത്തവരുണ്ട്, യോഗയ്ക്ക് പോകുന്നവരുണ്ട്, ഈ സ്വഭാവങ്ങളെ മാറ്റുവാൻ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്ത് പറയുക, അതിന് 21-ാം വാക്യം, അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന് ഉപേക്ഷയും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഈ ലോകത്തിൻ്റെതായ ഒരു കാര്യങ്ങളും
ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പേര് പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ജഡത്തെ അടക്കുവാൻ കഴിയുന്നതല്ല, ജഡത്തിൻ്റെ മോഹത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നതല്ല. എന്നിട്ട് 3:1 പറയുക, എന്ത് വേണം? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നിന്റെ ജഡപ്രവൃത്തികളെ മരിപ്പിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഉയരത്തിലുള്ളതിനെ അന്വേഷിച്ച് അതിൻ്റെ ചിന്തകളിൽ നിങ്ങൾ നിറയുന്നവരായി മാറണം. വേറൊന്നിനെ കൊണ്ടും നിന്റെ ജഡത്തെ അടക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ ജഡത്തെ ക്രൂശിച്ചവരാണ്. എന്നാൽ ആ ക്രൂശിൽ ഇറങ്ങി വരാതിരിപ്പാൻ, മോഹത്തിൽ പിടിപെടാതിരിപ്പാൻ, പാപത്തിൽ പിടിപെടാതിരിപ്പാൻ നമ്മുടെ ചിന്ത എന്തു തിന്നും എന്തു കുടിക്കുന്നല്ല, പിന്നെയോ സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ വലതുഭാഗത്തിനടുക്കമായ ഉയരത്തിലുള്ളതിനെ ചിന്തിക്കുമ്പോൾ ജഡം മരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പൗലോസ് കൊലോസ്യരോട് പറയാ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നിങ്ങളെ വെടിവെക്കാൻ സാധ്യമല്ല. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഉയരങ്ങളിലുള്ള ചിന്തകളാൽ നിറയണം. ഞാൻ എൻ്റെ കർത്താവിനുള്ളതാണ്, ഞാൻ അവനാണ് എനിക്ക് പ്രതിഫലം തരുന്നത്, ഞാൻ അവൻ്റെ കൂടെ പോകുവാനുള്ളവനാണ്, അവൻ എനിക്ക് വേണ്ടി വരും, ഞാൻ ഒരുങ്ങിയിരിക്കേണ്ടവനാണ്. ഹല്ലേലൂയ. ജഡത്തെ അടക്കുവാൻ പ്രയോജനമുള്ള ഒറ്റ കാര്യം ആ നിത്യതയുടെ ദർശനമാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ 1 യോഹന്നാൻ 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3 അധ്യായത്തിലേക്ക് അതിൻ്റെ 2-ാം വാക്യം പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. നമ്മൾ ഇപ്പോൾ ദൈവമക്കളാ, എന്നാൽ അവൻ വരുമ്പോൾ അവനെ പോലെ ആയിത്തീരും എന്നറിയുന്നു. അവനിൽ, ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവൻ, ഏത് പ്രത്യാശയാ? അവനെ പോലെയാകും. അവൻ വരുമ്പോൾ അവനെ പോലെ രൂപാന്തരപ്പെട്ട് ഞാൻ എൻ്റെ കർത്താവിനോട് ചേരും എന്ന പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വചനത്തിന്റെ ശക്തിയാൽ, ആ പ്രത്യാശയുടെ വചനത്തിന്റെ ശക്തിയാൽ നമ്മൾ ഓരോ ദിവസവും നിർമ്മലനാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. വേറൊന്നും നമ്മുടെ ഉള്ളിലില്ല, വേറെ ചിന്തകളില്ല, വേറെ അവനേക്കാൾ മുകളിലാകുന്ന ചിന്തയില്ല. ഹല്ലേലൂയ. അവനേക്കാൾ വലിയവനാണെന്ന ചിന്തയില്ല, എൻ്റെ സഹോദരനെ എങ്ങനെയും വെട്ടണമെന്ന ചിന്തയില്ല. ഒറ്റ ചിന്തയേ ഉള്ളൂ, എൻ്റെ കർത്താവ് വരുമ്പോൾ അവനെ പോലെ ആയിത്തീരണം. അതിനെനിക്കൊരു വിശുദ്ധ ജീവിതം വേണം, അതെനിക്കൊരു വിശുദ്ധ സ്വഭാവം വേണം. അങ്ങനെ ചിന്തിക്കുന്നവൻ തന്നും നിർമ്മലനായിക്കൊണ്ടിരിക്കും. കർത്താവ് നമ്മളെ ഓരോ ദിവസവും നിർമ്മലമാക്കിക്കൊണ്ടിരിക്കും. അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തമാ. അവൻ നിർമ്മലീകരിക്കുവാൻ വേണ്ടി ഒറ്റ കാര്യം വീണ്ടും അവിടെ യോഹന്നാൻ ഓർപ്പിക്കുക, ഈ പ്രത്യാശയുള്ള നിങ്ങൾ നിറയണം, ആ സ്വർഗീയ പ്രത്യാശ നിറയണം. അങ്ങനെയുള്ളവൻ സ്വയം നിർമ്മലീകരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 23-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനുവേ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങുകയാണ്. ഈ ഒരു ഞരക്കം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ഞരക്കം പുത്രത്വത്തിന് വേണ്ടി ഞരക്കം, അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള, അവനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ള ഒരു ഞരക്കം. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ച ആത്മാവ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഈ
ഞരക്കം നമ്മൾ കേട്ട് ആത്മാവിൻ്റെ പ്രാർത്ഥന നമ്മളിലൂടെയും ഉയരണം. ആത്മാവും നമ്മുടെ ഹൃദയവും ഒരുപോലെ യോജിച്ച് ഒരുപോലെ നമ്മുടെ കർത്താവിന് വേണ്ടി ഓരോ ദിവസവും ഞരങ്ങിക്കൊണ്ടിരിക്കണം. ആ ഞരക്കമാ നമ്മുടെ കർത്താവ് നമുക്ക് ഫലം കായ്ക്കുവാൻ കൃപ തരുന്നത്. അല്ലെങ്കിൽ ഇന്ന് പലവിധ ഞരക്കങ്ങളാൽ ആരെങ്കിലും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് മാറ്റി അവനെ പോലെയാക്കി തീർക്കുന്ന ഒരു ഞരക്കം നമ്മൾ ഉയരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ആ ക്രിസ്തുവിന്റെ സ്വഭാവം വളരുവാൻ. അണ്ട് പറയാം 24 വാക്യം, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രത്യാശ കൊണ്ടുകൂടിയല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഈ പ്രത്യാശയിലേക്ക് വളരാൻ വേണ്ടിയല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥന, നമ്മുടെ ജരക്കം, നമ്മുടെ ഒന്നാം സ്ഥാനം ആ നിത്യതയ്ക്ക് വേണ്ടിയാണോ? നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വചനങ്ങൾ നിത്യയുടെ വചനങ്ങളാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ തലയോളം വളരുവാനാണോ? ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ആവശ്യങ്ങൾ മോഹങ്ങൾക്കാണെങ്കിൽ നമ്മളതിന്നും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആ നിത്യതയുടെ ആ വാഗ്ദത്തങ്ങളാൽ നമ്മൾ നിറയപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്കറിയാം ചില വ്യക്തികളെ, പെട്ടെന്ന് നമ്മളുടെ ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ ചില ആളുകളെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ മകളെ ആ സമയത്ത് ഓർപ്പിച്ചു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകൾ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലുള്ള വിശുദ്ധരായി നിത്യദർശനം നിറഞ്ഞവരായ ചില ആളുകളെ കുറിച്ച് പറയുകയാണ്. അവരുടെ സമ്പത്തുകൾ ചിലർ അപഹരിച്ചു കൊണ്ടുപോയി, അവർ അത് പോട്ടെന്ന് വെച്ചു. ഹല്ലേലൂയ. സമ്പത്തുകളുടെ അപഹാരങ്ങൾ, ഹല്ലേലൂയ. നമ്മളുടെ സ്ഥാനങ്ങൾ നശിച്ചു പോകുമ്പോൾ അതെല്ലാം പോട്ടെ എന്ന് വെക്കുന്ന ചില ആഗ്രഹങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ അത് പോട്ടെ എന്ന് വെക്കണമെങ്കിൽ, അത് കർത്താവിന് വേണ്ടി ചിലതെടുത്ത് കൊടുക്കുവാനുള്ള കൃപ നമ്മൾക്കുണ്ടാവണമെങ്കിൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ദർശനം നമ്മുടെ ഉള്ളിൽ നിറയണം. അല്ലെങ്കിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചിലതെല്ലാം വിട്ടുപോകുമ്പോൾ, ചിലതെല്ലാം നമുക്ക് കിട്ടാതെയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് വരുമെന്നറിയാമോ? വേദനകൾ കടന്നു വരും. ക്രിസ്തുവിനെ നീതിയല്ലാതെ നമ്മുടെ നീതി അതിനുവേണ്ടി പ്രതിഫലിക്കും. അയ്യോ, എനിക്കത് കിട്ടിയില്ലല്ലോ, എൻ്റെ ഇതാണല്ലോ നഷ്ടപ്പെട്ടു പോയത്, ഞാൻ ഇത്ര സമ്പത്ത് കൊടുക്കണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ആ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ കുറിച്ചൊരു ബോധ്യമില്ലെങ്കിൽ നമ്മൾ ചിലതിൽ പെട്ടുപോകാനിടയുണ്ട്. നമ്മുടെ ഹൃദയം തിരിഞ്ഞു പോകാനിടയുണ്ട്. ഹല്ലേലൂയ. അവരെ കുറിച്ച് പറയുക, സമ്പത്തുകളുടെ അപഹാരവും അവർ സന്തോഷത്തോടെ സഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ആ മഹാപ്രതിഫലമുള്ളതാണ്. എന്തു പോയാലും, ഏത് സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുത്താലും, ആരെല്ലാം നമ്മളുടെ തലയിൽ കൂടി വലുതായി പോയാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്നറിയാമോ? നമ്മൾ കർത്താവിന് വിളിക്കപ്പെട്ടവരാ. നമുക്കുള്ള പ്രതിഫലം ഈ ഭൂമിയിലല്ല. നല്ല പ്രസംഗം എന്ന് പറഞ്ഞില്ലെങ്കിലും, നല്ല പാട്ടെന്ന് പറഞ്ഞില്ലെങ്കിലും, നല്ല പ്രവർത്തി ഇല്ലെന്ന് പറഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ, നമുക്കറിയാം നമുക്ക് വേണ്ടി പ്രതിഫലം ഈ മനുഷ്യന്റെ പ്രതിഫലമല്ല, പിന്നെയോ സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരുടെ വാക്കുകൾക്ക്, ഹല്ലേലൂയ, അതിനു മുമ്പിൽ നമ്മൾ വീണു പോവുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അന്നത്തെ ആളുകൾ എന്ത് ചെയ്തു? ആ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ആ വലിയ സമ്പത്തിനു വേണ്ടി ഹൃദയത്തിൽ നിറച്ചവരായിരുന്നു. വീണ്ടും നമ്മൾ എബ്രായ ലേഖനം മോശയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. നമുക്ക് എബ്രായ സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാലേബ് എന്ന വ്യക്തിയെക്കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയുന്നുണ്ട്.
അതിൻ്റെ 14 ഇപ്രകാരം പറയുന്നു, എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ഹല്ലേലൂയ. കാലേബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുക, അവന് വേറൊരു സ്വഭാവം ഉണ്ട്. അവന് ഈ നാളുകൾ അവിടെ കൂടെ കുറെ ആൾ നമുക്ക് നോക്കാം, അവിടെ പറയാ അവന് വേറെ സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ച് കൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ഹല്ലേലൂയ. ഒരു പുതിയ സ്വഭാവം, ഒരു ദിവ്യ സ്വഭാവം ആർക്കുണ്ടെന്നറിയാൻ നമ്മുടെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാ അവനെക്കുറിച്ച് അവിടെ പറയുന്നെന്ന് നമ്മൾ അതിൻ്റെ 13 നോക്കുമ്പോൾ അറിയാം. നമുക്കെല്ലാവർക്കും ആ ചരിത്രം എല്ലാം അറിയാം. അവിടെ ദൈവം യഹോവ അവരെ ഉറ്റുനോക്കുവാൻ അയക്കുക. യഹോവയാൽ മോശയാണ് അവരയച്ചത്. അവരെ ഉറ്റുനോക്കി അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞതെന്ന് അറിയാമോ? അതിൻ്റെ 13:32 അവർ ദുർവർത്തനമായി പറഞ്ഞെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളെ ദേശമാണ്. ഞങ്ങളവിടെ കണ്ട ദേശമൊക്കെയും അതിനായകന്മാരാണ്. ഞങ്ങൾ അങ്ങനെയാ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മരിച്ചു പോകും. ഞങ്ങൾ എന്തിനായി ദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അവർ ദൈവത്തോട് മാത്രമല്ല. 1 വാക്യത്തിൽ അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനരാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. കർത്താവ് അവരെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും ചില കാര്യങ്ങളെ കണ്ടപ്പോൾ, ചില വ്യക്തികളെ കണ്ടപ്പോൾ അവർക്ക് പരിഭ്രമമായി, പേടിയായി, കണ്ണുനീരായി നിലവിളിച്ച് എന്ത് ചെയ്യുക? തങ്ങളെ അയച്ച മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുക്കുകയാണ്. എന്നാൽ കാലേബ് ഭൂരിപക്ഷത്തിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ദൈവം പറയുക, അവൻ വ്യത്യസ്തനാണ്. ഭൂരിപക്ഷം നോക്കിയിട്ടല്ല അവൻ തീരുമാനമെടുത്തിരുന്നത്, അല്ലെങ്കിൽ ആളുകൾ എന്തു പറയും നോക്കിയിട്ടല്ല അവൻ തീരുമാനമെടുത്തിരുന്നത്. അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നു. അവൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചിട്ട് പറയുക, ഹല്ലേലൂയ, നിങ്ങൾ യഹോവയോടും മത്സരിക്കരുത്. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം അവിടെ എത്തിക്കും. ഇതാണ് അവന്റെ പ്രത്യാശ. ഹല്ലേലൂയ. ഭൂരിപക്ഷം പറയുന്നത് കേട്ടല്ല, അതിൽ കുറച്ച് ആളുകൾ പറയുന്നത് കേട്ടല്ല. നമ്മുടെ തീരുമാനം, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വഴികൾ, നമ്മുടെ നടപ്പ് നമ്മുടെ കർത്താവായ യഹോവയോട് ചേർന്നിരുന്നു കൊണ്ടായിരിക്കണം. അവൻ പറ്റി ചെയ്യുന്നുകൊണ്ടായിരിക്കണം. അവൻ്റെ വചനത്തെ അനുസരിച്ചു കൊണ്ടായിരിക്കണം. അത് കണ്ടപ്പോ കാലേബിനെ കുറിച്ച് പറയുക, ഇവന് വ്യത്യസ്തമായൊരു സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് ചോദിക്കുക, നിങ്ങൾക്കും ഒരു വ്യത്യസ്തമായ സ്വഭാവമുണ്ടോ? ഒരു വ്യത്യസ്തനായിരിക്കാനാ കർത്താവ് നമ്മളെ ഈ ലോകത്തു നിന്നും വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്. ലോകം ചെയ്യുന്ന പോലെ ചെയ്യാനല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാനല്ല, പിന്നെയോ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന്, പൂർണ്ണമായി അനുസരിച്ച് അവൻ പറഞ്ഞത് മാത്രം ചെയ്യുവാൻ, അവൻ നടന്ന സ്ഥലത്തേക്ക് നടക്കുവാൻ, അവൻ എവിടെ എത്തിക്കുന്നു പറഞ്ഞോ അവിടേക്ക് സഞ്ചരിക്കുവാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാലേബിനെ കുറിച്ച് പറയുന്നു, ഇവൻ വ്യത്യസ്ത സ്വഭാവമുള്ളവൻ. ഹല്ലേലൂയ. വീണ്ടും അതേ സംഖ്യാപുസ്തകം 12:8 വരുമ്പോൾ അതിന്റെ 1 വായിക്കാം, അതിന്റെ 3 വാക്യം വായിക്കാം. യഹോവ അതു കേട്ടു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. മറ്റൊരു സ്വഭാവം ആർക്ക്? മോശയ്ക്ക് ദൈവം സാക്ഷ്യം പറയുന്നു. മോശ എന്താ? അവൻ ഈ ഭൂതലത്തിലുള്ളവൻ സകല സൗമ്യനാണെന്ന് മനുഷ്യർ പറയുന്ന സാക്ഷ്യമല്ല, മനുഷ്യൻ അവർ കൊടുത്ത സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല, ദൈവം കൊടുക്കുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ്. എന്തുകൊണ്ടാണ്? അതിന്റെ 1 വാക്യം പറയുന്നു, മോശ ഒരു കൂശസ്ത്രീ വിവാഹം ചെയ്യുന്ന കൊണ്ട് കൂശസ്ത്രീയും മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. അവന്റെ കുടുംബത്തിൽ, ഹല്ലേലൂയ, അവരെല്ലാവരും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ, മോശയ്ക്കെതിരായി പറഞ്ഞപ്പോൾ, ഇവൻ മാത്രമേ ഉള്ളൂ ദൈവത്തോട് സംസാരിക്കാൻ, വേറെ ഇവിടെ ആരുമില്ലേ, ഇവൻ വഴിതെറ്റിപ്പോയെന്ന് സംസാരിച്ചപ്പോൾ ദൈവം പറയുന്നു, മോശേ അതിസകല മനുഷ്യരിലും അതിസൗമ്യന അവൻ സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ. എന്നാൽ മോശ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഗൗരവമായ സ്വഭാവങ്ങൾ എടുത്തിട്ടുണ്ട്. കർത്താവിന് വേണ്ടി
അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചില കാര്യങ്ങൾ ഗൗരവമായ സമയം എടുത്തു. എന്നാൽ കർത്താവ് ഇവിടെ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുക. ആളുകൾ അവനെതിരെ തിരിഞ്ഞപ്പോൾ, ആളുകൾ അവനെതിരെ മത്സരിച്ചപ്പോൾ, അവനെതിരെ, ദൈവത്തിനെതിരെയല്ല, അവനെതിരെ മത്സരിച്ചപ്പോൾ, അവനെതിരെ പഴി പറഞ്ഞപ്പോൾ, അവനെന്ത് ചെയ്യുന്നു? അവിടെ എല്ലാം അതിസൗമ്യനായിരുന്നു. ഹല്ലേലൂയ. ആരുടെ സ്വഭാവമാ? മോശയുടെ സ്വഭാവം. ദൈവം സാക്ഷ്യം പറയും. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാ എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 11-24 വാക്യത്തിലേക്ക് വരുമ്പോൾ മോശയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. 11:24. ഹല്ലേലൂയ. മോശ നോക്കിയത് അവിടെ എന്താ? പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിച്ച് മിശ്രം നിക്ഷേപേക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനം എണ്ണുകയും ചെയ്തു. മോശയുടെ ഹൃദയത്തിൽ ആ നിത്യതയുടെ പ്രത്യാശ ഹല്ലേലൂയ നിറഞ്ഞിരുന്നൊരു ഹൃദയമാ. അവൻ നോക്കിയത് ഹല്ലേലൂയ ഫറവോന്റെ മകളായിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ആ വലിയ ധനങ്ങളോ ആ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെയോ ആ ക്രിസ്തുവിനോടുകൂടെ കഷ്ടാനുഭവിക്കുമ്പോൾ, നിന്നനുഭവിക്കുമ്പോൾ എനിക്ക് ലഭിക്കാനിരിക്കുന്ന ആ വലിയ പ്രതിഫലത്തിലേക്ക് നോക്കിയത് കൊണ്ട് ഹല്ലേലൂയ അവന്റെ സ്വഭാവം ദൈവം സാക്ഷ്യം പറയുന്ന സ്വഭാവമായിട്ട് മാറി. ഹല്ലേലൂയ. നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം അവന്റെ ഉള്ളിൽ ആ പ്രത്യാശ, നിത്യയുടെ പ്രത്യാശ, ആ പ്രതിഫലത്തിലേക്ക് അവൻ നോക്കിയത് കൊണ്ട്, ആ പ്രത്യാശ നിറഞ്ഞത് കൊണ്ട് പ്രിയവരെ അവൻ എന്ത് സമയം കഴിഞ്ഞു? അവന്റെ കുടുംബത്തിലും ദേശത്തിലും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമുള്ളവനായി സാക്ഷ്യം പ്രാപിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇതാ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിത്യയുടെ ദർശനം നിറഞ്ഞാൽ ഹല്ലേലൂയ ചില സ്ഥലങ്ങളിൽ മൗനമായിരിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ ചില സ്ഥലങ്ങളിൽ ഹല്ലേലൂയ കർത്താവിനെ നിന്ന വലിയ ധനമെന്നെണ്ണുവാൻ പറ്റും. ഹല്ലേലൂയ ചില സ്ഥലങ്ങളിൽ കഷ്ടനുഭവിക്കാൻ നമുക്ക് പറ്റും. മോശയ്ക്കത് പറ്റിയത് അവന്റെ ഉള്ളിൽ, എബ്രായ ലേഖനം പറയുന്നു, അവന്റെ ഉള്ളിൽ എന്തുണ്ട്? ആ പ്രതിഫലത്തെ കുറിച്ചുള്ളൊരു ബോധ്യം നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. മോശയുടെ സ്വഭാവം അന്നും ഇന്നും പഠിക്കുമ്പോൾ ദൈവകാര്യം വലിയ എരിവുള്ളനായിരുന്നെങ്കിലും സ്വന്തം സ്വന്തം നിന്ന് വരുമ്പോൾ സ്വന്തത്തിലേക്ക് അവരെ എല്ലാവരും ആരെ കൊണ്ടും പിറുപിറുപ്പാൻ ഉണ്ടായില്ല. അവൻ ആരോടും പിറുപിറുത്തില്ല. അവൻ അതിസൗമ്യനായിരുന്നു എന്ന് നമ്മുടെ കർത്താവിന് വചനം പറയുന്നു. കർത്താവ് ദൈവത്തിന്റെ സ്വഭാവമായ ഈ സൗമ്യത അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ആ നിത്യയുടെ ദർശനം പ്രാപിച്ച് ഓരോ ദിവസവും നമ്മൾ ആ ദർശനം നിറയുമ്പോൾ ദൈവവും നമ്മളെ ആ സൗമ്യതയിലൂടെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്വഭാവ സൗമ്യത മോശയിലേക്ക് ഇറങ്ങിയോ നമ്മൾ കേട്ടു. എങ്ങനെ? അവന്റെ ഉള്ളിൽ ആ പ്രതിഫലത്തെക്കുറിച്ച് ഒരു ആഗ്രഹം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുന്നൊരു ഇയ്യോബ്. അതിൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, 19 വായിക്കുമ്പോൾ പറയാം, മരുഭൂമിയിൽ അവന്റെ ബാല്യക്കാരൻ വന്ന് പറയുക, മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്നു, വീടിന് 4 മൂലക്ക് മടിച്ചു, അത് യൗവനക്കാരൻ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തർ മാത്രം വഴുതിപ്പോതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചരിച്ച് സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. നഗ്നനായി എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. 10 പേർ, 10 മക്കൾ ഒരുമിച്ച് മരിച്ചുപോയി. സകല ആടുകളും ആടുമാടുകളും അവന്റെ എല്ലാം നശിച്ചുപോയി. എങ്കിലും
10 ആലോചിച്ച് നോക്കിയേ, 10 ആംബുലൻസുകൾ, 10 ഡെഡ് ബോഡികൾ അവന്റെ വീട്ടിലേക്ക് കയറി വരികയാ, സ്വന്തം മക്കൾ. എന്നിട്ട് പോലും ഒരു വാക്കുകൊണ്ട് പോലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. അവന്റെ നാവിൽ നിന്ന് ഒരു വാക്കുപോലും ദൈവത്തിന് വിരോധമായോ മറ്റവർക്ക് വിരോധമായോ വന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വീണ്ടും അതിൻ്റെ 2:10 വായിക്കുമ്പോൾ അവന്റെ ഭാര്യ വന്ന് പറയുക, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് പോയി മരിച്ചു കളയുക. സ്വന്തം ഭാര്യമാർ വരെ, സ്വന്തം സഹോദരങ്ങളായിക്കൂടി വന്ന് നിന്റെ അനുഭവിക്കുന്നതിനെ കുറിച്ച് നീ പറയാ, നിന്റെ ദൈവത്തെ, നിന്റെ വിശ്വാസത്തെ വിട്ടുപോ എന്ന് പറഞ്ഞിട്ടും അവൻ പറയാ, ദൈവത്തിന്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്തില്ല. ഹല്ലേലൂയ. എങ്ങനെ ഈ ശക്തി കിട്ടി? എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ നിത്യതയുടെ ദർശനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ഇയ്യോബിന്റെ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. പഴയ നിയമപ്രവ ആണെങ്കിലും അതിൻ്റെ 19 അതിൻ്റെ 25-ാം വാക്യത്തിൽ ഇയ്യോബിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ആ ദൈവത്തെക്കുള്ള പ്രത്യാശ അവൻ പറയുന്ന, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇങ്ങനെ എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. എൻ്റെ അന്തരംഗങ്ങൾ എന്ത് ക്ഷയിച്ചു പോയാലും, എൻ്റെ ത്വക്കുകൾ എത്ര ക്ഷയിച്ചു പോയാലും, ഹല്ലേലൂയ, അന്ത്യനാളിൽ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ ഒടുവേൽ പൊടിമേൽ നിൽക്കും. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് പ്രത്യക്ഷതയെ അവൻ ദർശനമായി കണ്ട പറയുക, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അവനെ കാണും. ഹല്ലേലൂയ. ഈ നിത്യയുടെ ദർശനം അവന്റെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയാൽ, ഒരുവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു വന്നാൽ, പിന്നെ ഒന്നും അവന് പ്രശ്നമല്ല. ഈ ലോകത്തിലെ നഷ്ടങ്ങൾ ഒരു വിഷയമല്ല, സമ്പത്തിന് നഷ്ടങ്ങൾ വിഷയമല്ല. അവനൊന്നേ വിഷയമുള്ളൂ, എൻ്റെ കണ്ണുകൊണ്ട് അവനെ ഒന്ന് കാണണം. ഹല്ലേലൂയ. ഞാൻ ദേഹസഹിതനായി അവനെ ഞാൻ വീണ്ടും കാണും. ഈ ഒരു ദർശനം ഉള്ളിലുള്ള ഇയ്യോബ് പറയുക. ഹല്ലേലൂയ. അവൻ ഒരു നാവ് കൊണ്ട് പോലും, ഒരു ദോഷം കൊണ്ട് പോലും ദൈവത്തെ ത്യജിച്ചു പറഞ്ഞില്ല. അവൻ്റെ നാവിനെ സൂക്ഷിക്കുവാൻ, ഹല്ലേലൂയ, അവൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ അവനെ ബലം കൊടുത്തത്, ഹല്ലേലൂയ, ആ നിത്യതയുടെ ദർശനങ്ങളാണ് അവൻ്റെ ഉള്ളിൽ നിറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് നിത്യതയുടെ ആ പ്രതിഫലത്തിൻ്റെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ആ മനോഹരമായ ദർശനമാണെങ്കിൽ, ഇന്ന് ഒരു ശക്തിക്കും നമ്മളെ വിശ്വാസം വിടുവിക്കാൻ കഴിയില്ല, ഒരു മോഹത്തിനും നമ്മളെ പിടിച്ചുകൊണ്ടുപോകാൻ കഴിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഒരു സങ്കീർത്തനം 35:11 ദാവീദിനെ കുറിച്ചും കൂടി മാത്രം നമ്മൾ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 35:21 35-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, കള്ള സാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു, അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. ഹല്ലേലൂയ. തന്നെ ദ്രോഹിച്ചവർ, തന്നെക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞവർ, അവർ ഹല്ലേലൂയ രോഗിയായി കിടന്നപ്പോൾ, അവർ ദീനമായി കിടന്നപ്പോൾ ദാവീദ് പറയാ, ഞാൻ അവർക്ക് വേണ്ടി ഉപവാസം ചെയ്ത് ആത്മതപനം ചെയ്തു. ഹല്ലേലൂയ. അവർ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നതിനെ പോലെ അവർക്ക് വേണ്ടി ഞാൻ ദുഃഖിച്ച് കരഞ്ഞ് വിലപിച്ചു.
നമ്മളെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് ദോഷം ഭവിക്കുന്നവർക്ക് വേണ്ടി ഉപവാസം ചെയ്യുവാൻ, പ്രിയരെ, ഒരു മനസ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമുക്കറിയാം സങ്കീർത്തനത്തിന്റെ 27:13 ദാവീദിന്റെ ഹൃദയം എവിടെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാവീദ് നന്മ കണ്ടത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. 27-13 വരുമ്പോൾ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചെങ്കിൽ കഷ്ടം. യഹോവയുടെ നന്മ ജീവനുള്ളവരുടെ ദേശത്ത്. കണ്ടോ? ദാവീദ് ആശ്രയം വെച്ചത് ഈ ഭൂമിയിലല്ല, അവൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഹല്ലേലൂയ. സ്നേഹിതനുണ്ട് പ്രാർത്ഥിക്കുന്നതും, ഹല്ലേലൂയ, നമ്മളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഹല്ലേലൂയ, നമുക്ക് അവർക്ക് വേണ്ടി ഉപവാസം ചെയ്യുവാനും നമുക്ക് കഴിയണമെങ്കിൽ ആ ജീവനുള്ള ദേശത്തൊരു പ്രതിഫലം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കളെ വരെ സ്നേഹിക്കുവാൻ സാധിക്കും. ആ ക്രിസ്തുവിന്റെ സ്നേഹവും നമ്മളിലേക്ക് നിറയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നിറയപ്പെടേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിച്ചത്. ആ കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ഈ ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ടല്ല നമ്മൾ നിറയേണ്ടത്, പിന്നെയോ അവന്റെ വാഗ്ദത്തങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയണം. നമുക്കത് മാത്രമേ വാഗ്ദത്തമുള്ളെന്ന്, നമുക്ക് ഈ നിത്യതയിൽ മാത്രമേ അന്തം മാത്രമുള്ളതെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ ലോകം നമുക്കന്യമാണ്, ഈ ലോകത്തിലെ നന്മകൾ നമുക്കന്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ജീവനുള്ള ദേശത്ത് നന്മ കാണുമെന്ന് വിശ്വസിക്കരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ആ വാഗ്ദത്തങ്ങളിൽ നിറയപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നത് ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയോ, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയാണോ? ആ കർത്താവിന്റെ നിത്യയുടെ ദർശനം, ആ കർത്താവിന്റെ മഹാപ്രതിഫലം, അവന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മുടെ ഉള്ളിലുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ആ പ്രത്യാശയാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവിന്റെ പ്രതിഫലങ്ങൾ അനുഭവിക്കായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ആത്മാവ് ഞങ്ങളുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ആ ഞരക്കം ഞങ്ങളുടെ ഞരക്കമായി മാറുവാൻ, അത് ഞങ്ങളുടെ പ്രാർത്ഥനയായി മാറുവാൻ, ആത്മാവിനോട് യോജിച്ച് നിന്നുകൊണ്ട്, ആത്മാവ് ഒന്നിച്ചതുകൊണ്ട് കർത്താവേ, ആ നിത്യയുടെ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ആ മഹാ പ്രതിഫലമുള്ള, ആ മഹാ നിത്യത, അവനോട് കൂടെ നിത്യം വസിക്കുന്ന ആ വലിയ കാഴ്ച ഒന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്നിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമത്തിലെ എല്ലാ പ്രാർത്ഥനകളും ആ കണ്ണ് തുറക്കപ്പെടുന്നതിന് വേണ്ടിയാ, ആ പരിജ്ഞാനത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാ, ആ മഹത്വം ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊരു പ്രാർത്ഥനയും പൗലോസോ പത്രോസോ അപ്പോസ്തലന്മാരോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കുവാൻ, ആ തുറന്ന് ആ നിത്യതയൊന്ന് കാണുവാൻ, ആ ദർശനത്തിൽ നിറഞ്ഞവരായി തീരുവാൻ, ആ വചനങ്ങൾ നിറഞ്ഞവരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെ നിറഞ്ഞവരിൽ ആ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. തന്നെ നിർമ്മലനാക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ നിർമ്മലനാക്കുന്നവരെ അവൻ ഒരു ദിവസം അവന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തും. എൻ്റെ മകനിതാ, എൻ്റെ പ്രിയപ്പെട്ടവനിതാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹ സഹിതമായി നമ്മൾ അവനെ കാണും. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എവിടെയെങ്കിലും ആ ദർശനം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവമേ ഒന്ന് പറയാമോ? കർത്താവേ, ആ ദർശനത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ. ആ ദർശനം ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ കർത്താവേ, ആ ദർശനത്തിന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ആ പരിജ്ഞാനത്തിനുള്ളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദാവീദ് ചെയ്ത പോലെ ആ ജീവന ദേശത്ത് നന്മ ഒന്ന് കാണുവാനുള്ള കൃപ ഒന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ,
നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചുള്ള മഹാപ്രതിഫലത്തെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു നിത്യതയിൽ ദൈവത്തോട് വാഴുവാനുള്ള കൃപയെ ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ. കർത്താവിനൊന്ന് കാണുവാൻ, അമുഖാമൊന്ന് കാണുവാനുള്ള ആഗ്രഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനെ പോലെ നായി തീരുവാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളുള്ളിൽ പരിശുദ്ധാത്മാവ് നിരന്തരം ഞങ്ങളെ ബലഹീനത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഞരക്കം ഞങ്ങൾ കേൾക്കുവാൻ, ആ ഞരക്കത്തോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അടിയങ്ങളെയും സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ. ആ ദർശനം നിറഞ്ഞവരായി, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായി, ഈ ലോകത്തെ വെറുക്കുന്നവരായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള മോഹത്തുള്ള നാശം വിട്ടൊഴിഞ്ഞ് ഒരു ദിവ്യ സ്വഭാവത്തിന് കൂട്ടായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ. പ്രാർത്ഥനയുടെ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ആശീർവാദം വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർവം കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. നമുക്ക് പരസ്പരം കൂട്ടായ്മ ആചരിച്ചും പരസ്പരം സ്നേഹം പങ്കിട്ടും ഭക്ഷണം കഴിച്ചും കർത്താവ് സ്നേഹം